ഒരു ദിവസം ഇങ്ങനെ തിരക്കുകള് ജോലികളൊക്കെ കഴിഞ്ഞിട്ട് ആവിലയിലെ അമ്പത്രേസ്യ ഇങ്ങനെ മഠത്തിലെ മുറിയിലേക്ക് കയറാണ്. അമ്പത്രേസ്യയുടെ സ്വന്തം മുറിയിലേക്ക് മുറി കയറി ചെന്നപ്പോൾ ദാണ്ട് അതിനകത്തൊരു ചെറുക്കൻ കൊച്ചിരിക്കുന്നു. നിങ്ങൾ ചിലപ്പോൾ ഇത് കേട്ടിട്ടുണ്ടാവും അല്ലേ? ഈ കുഞ്ഞു കൊച്ച അവിടെ ഇരിക്കുകയാണ്. അപ്പൊ അമ്പത്രേസ്യ ചോദിച്ചു, ധാരണ എന്റെ മുറിയിൽ. അമ്പത്രേസ്യ വളരെ കൂളായിട്ട് എന്ത് ചോദിച്ചു, നീ ഏതാന്ന് ചോദിച്ചു. ഈ കൊച്ചാണെങ്കിലോ നമ്മളെക്കാട്ടും തലതെറിച്ച കൊച്ചാന്ന് തോന്നുന്നു, മിരുവിരിപ്പുള്ള കൊച്ചാന്ന് തോന്നുന്നു. കൊച്ചു തിരിച്ചു ചോദിച്ചു, നീ ഏതാന്ന് ചോദിച്ചു. അപ്പോ അമ്പത്രേസ്യക്ക് വലിയൊരു കൺഫ്യൂഷനായി. നീ ഏതാ കൊച്ചെന്ന് ചോദിച്ചപ്പോൾ തന്നെ കൊച്ചു തിരിച്ചു ചോദിക്കുക, താനാരുവാ എന്ന് ചോദിക്കുകയാണ്. അമ്പത്രേസ്യ ഉള്ളിലുള്ള ആത്മീയതയും ഒപ്പം തന്നെ വലിയൊരു സന്തോഷവും വലിയൊരു യാഥാർത്ഥ്യം ഉള്ളിൽ മനസ്സിലാക്കിയ ഒരു ആത്മീയത, ഉള്ളിൽ മനസ്സിലാക്കിയ ഈശോയുടെ സ്നേഹം അത് ആരുടെ മുമ്പിലും ഒരുപോലെ വെളിപ്പെടുത്തിക്കൊണ്ടിരുന്ന ആവിലയിലെ അമ്പത്രേസ്യ വലിയ തിയോളജി അല്ല പറഞ്ഞത്, പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ നമ്മൾ ഇന്നും പ്രചോദിപ്പിക്കുന്ന ഒരു വലിയ തിയോളജി, ഒരു ദൈവശാസ്ത്രം കുഞ്ഞിനോട് ഇങ്ങനെ അമ്മ പറഞ്ഞു. ആവിലയിലെ അമ്പത്രേസ്യ പറഞ്ഞു, ഞാന് പറഞ്ഞു മറുപടി ഇങ്ങനെയാണ്. കൊച്ചു ചോദിച്ചു, നീ ഏതാന്ന് ചോദിച്ചപ്പോ അമ്പത്രേസ്യ പറഞ്ഞതാണ്, ഞാന് ഈശോയുടെ തെരേസയാണെന്ന് പറഞ്ഞു. ആ ഒരു മൊമെന്റിലാണ് ഈ കഥ സീരിയസ് ആയിട്ട് മാറുന്നത്. ഈ കഥയിലെ സംഭവം നമുക്കൊരു പ്രചോദനമായിട്ട് മാറുന്നത്. ഈ കഥയിൽ ഒളിഞ്ഞിരിക്കുന്ന ഈശോയുടെ സ്നേഹം നമുക്ക് എല്ലാവർക്കും മനസ്സിലാണ്ട്. നമ്മൾ എത്ര വലുതായാലും, നമ്മൾ എത്ര കുഞ്ഞുങ്ങളായാലും, നമ്മുടെ പ്രായമോ അന്തസ്സോ ഒക്കെ എല്ലാം മാറ്റി നിർത്തിയാലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വലിയ ആത്മീയ സത്യമാണ്. കൊച്ചു തിരിച്ചൊരു മറുപടി പറഞ്ഞു. എന്തായിരുന്നു ആ മറുപടി എന്നറിയോ? ഞാൻ തെരേസയുടെ ഈശോയാണ്. മുറി കണ്ട ആ കുഞ്ഞു ചെറുക്കനാരായിരുന്നു. ഈശോയെ വീണ്ടും കാണാൻ വേണ്ടിയിട്ട് വലിയൊരു അനുഗ്രഹം കിട്ടിയ മൊമെന്റ് ആയിരുന്നു അമ്പത്രേസ്യക്ക് ആ സമയത്ത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അമ്പത്രേസ്യ വലിയ തിയോളജിയനായിരുന്നു, വലിയ വേദപാരംഗതയായിരുന്നു. പക്ഷെ ഏറ്റവും സിമ്പിൾ ആയിട്ട് ഈശോയെ അടുത്ത് കാണാൻ പറ്റിയ ഒരാളാണ്. നമുക്ക് വേണ്ടത് അതാണ്. നമ്മൾ വായിച്ചു, നമ്മൾ പ്രസംഗിച്ചു, നമ്മൾ ഒത്തിരി വചനങ്ങൾ കാണാപ്പാടം പഠിച്ചു, എല്ലാം നല്ലതാണ്. ഈശോയുമായിട്ട് ഇങ്ങനെ ഒരു സ്പിരിച്വൽ എക്സ്പീരിയൻസ്, ഒരു എൻകൗണ്ടർ, അത്രയും ബ്യൂട്ടിഫുൾ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് നമ്മൾ എല്ലാവരും പ്രാർത്ഥിക്കണം. അതാണ് ഈശോ ആവശ്യപ്പെടുന്നു. അങ്ങനെ ഒരു ബന്ധത്തിലേക്ക് വരണം. ഞാൻ ഈശോയുടേതാണെന്നും ഈശോ എന്റേതാണെന്നും പറയാൻ വേണ്ടിയിട്ട്